നമസ്കാരം. പ്രധാന വാർത്തകൾ. വഴിയടച്ചുള്ള CPM സമ്മേളനം. MP ഗോവിന്ദനെതിരെ കോടതി അലക്ഷ്യ ഹർജി. ഗതാഗതം തടസ്സപ്പെടുത്തി നടുറോഡിൽ വേദി കെട്ടി CPM ഏരിയ കമ്മിറ്റി സമ്മേളനം നടത്തിയ സംഭവത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനെതിരെ ഹൈക്കോടതിയിൽ കോടതി അലക്ഷ്യ ഹർജി. മരട് സ്വദേശിയാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള യോഗങ്ങൾ വിലക്കിയ കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. CPM പാളയം ഏരിയ സമ്മേളനത്തിനായി ഒരുക്കിയ വേദിയായിരുന്നു വിവാദത്തിന് കാരണമായത്. വഞ്ചിയൂർ കോടതിക്ക് സമീപമായിരുന്നു റോഡ് അടച്ചുകെട്ടി CPM വേദി ഒരുക്കിയത്. ഇതേ തുടർന്ന് സ്ഥലത്ത് വലിയ രീതിയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. മാർ ജോർജ് കൂവക്കാട് കർദിനാൾ പദവിയിലേക്ക്. സ്ഥാനാരോഹണ ചടങ്ങുകൾ പൂർത്തിയായി. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ കത്തോലിക്ക സഭയുടെ പുതിയ കർദിനാളായി ഉയർത്തി. ഇന്ത്യൻ സമയം രാത്രി 9-ന് വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിലാണ് കർദിനാളായി ഉയർത്തപ്പെട്ടത്. വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് കർദിനാളാകുന്ന ആദ്യ ഇന്ത്യൻ വൈദികനാണ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട്. മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ കൂടാതെ 20 പേരെയും കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. മാർപ്പാപ്പയുടെ പ്രത്യേക കുർബാനയോടുകൂടി ആരംഭിച്ച ചടങ്ങിൽ പുതിയ കർദിനാൾമാരുടെ പ്രഖ്യാപനവും തൊപ്പി, മോതിരം, അധികാരപത്രം എന്നിവ കൈമാറലുമാണ് നടന്നത്. പൗരസ്ത്യ പാരമ്പര്യം പ്രകാരമുള്ള തൊപ്പിയും കുപ്പായവുമാണ് മാർ കൂവക്കാട് ധരിച്ചത്. ഇടിമിന്നലിൽ വീട് കത്തി നശിച്ചു. കുന്നത്തുകാലിൽ ഇടിമിന്നലിൽ വീട് ഭാഗികമായി കത്തി നശിച്ചു. കുന്നത്തുകാൽ വള്ളിക്കാലയിൽ സാജുവിന്റെ വീടാണ് കത്തി നശിച്ചത്. ശനിയാഴ്ച വൈകുന്നേരം 4 മണിയോടെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഇടിമിന്നലിൽ വൈദ്യുതി, മെയിൻ സ്വിച്ച് ഉൾപ്പെടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി കത്തിയാണ് വീട്ടുപകരണങ്ങൾ നശിച്ചത്. അപകടമുണ്ടായപ്പോൾ വീട്ടിലുണ്ടായിരുന്നവർ സമീപത്തെ വീട്ടിൽ നിൽക്കുകയായിരുന്നതിനാൽ അപകടം ഒഴിവായി. 1.5 ലക്ഷം രൂപയിലേറെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. നാട്ടിൽ വന്ന് പോയിട്ട് 3 മാസം. മാന്നാർ സ്വദേശിനിക്ക് വാഹനാപകടത്തിൽ ദാരുണാന്ത്യം. ഒമാനിലെ സോഹാറിലുണ്ടായ വാഹനാപകടത്തിൽ മാന്നാർ സ്വദേശിനിക്ക് ദാരുണാന്ത്യം. മാന്നാർ കുളഞ്ഞിക്കാരാഴ്മ ചെറുമനക്കാട്ടിൽ സൂരജ് ഭവനം സുനിത റാണിയാണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. സോഹാറിലെ സഹം ആയുർവേദ ആശുപത്രിയിലെ തെറാപ്പിസ്റ്റാണ് സുനിത റാണി. നടക്കാനിറങ്ങിയ യുവതി റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ കാറിടിച്ചാണ് അപകടമുണ്ടായത്. 3 മാസം മുമ്പാണ് സുനിത റാണി നാട്ടിൽ വന്ന് മടങ്ങിയത്. കടമ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാരനും കേരള NGO യൂണിയൻ ആലപ്പുഴ ജില്ലാ കൗൺസിൽ അംഗവുമായ കണ്ടല്ലൂർ നടയിൽ പടിയിട്ടതിൽ വീട്ടിൽ NC സുഭാഷാണ് ഭർത്താവ്. സാമ്പത്തിക ബാധ്യത. ASI തൂങ്ങി മരിച്ച നിലയിൽ. പത്തനംതിട്ടയിൽ ASIയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സാമ്പത്തിക ബാധ്യത ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്നാണ് സംശയം. സംസ്ഥാന ഇന്റലിജൻസിലെ ASI അടൂർ പേത്രോഡ് സ്വദേശി K സന്തോഷാണ് മരിച്ചത്. നഗരത്തിൽ പൂണിയിൽ ഫ്ലവർ സ്റ്റോഴ്സിന് എതിർവശം അഭിഭാഷകരുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് 3-ാം നിലയിലെ ടെറസിൽ വൈകിട്ടോടെ മൃതദേഹം കണ്ടത്. ഇന്റലിജൻസ് അടൂർ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് ജോലി ചെയ്തിരുന്നത്. വൈകിട്ട് മകനെയും കൂട്ടിയാണ് സന്തോഷ് പത്തനംതിട്ടയിലേക്ക് വന്നത്. ഈ വിവരം സഹപ്രവർത്തകരെയും വിളിച്ചു പറഞ്ഞിരുന്നു. മകനെ സമീപത്തെ ലോഡ്ജ് മുറിയിൽ ഇരുത്തിയ ശേഷം പുറത്തേക്ക് പോയ സന്തോഷിനെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പത്തനംതിട്ട പോലീസ് മേൽനടപടി സ്വീകരിച്ചു.